അബാക്കസിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് സെൻറ്റ് അലോഷ്യസ് കോളേജിൽ വന്നതാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും പേരൻസൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട്. അടുത്ത സെഷനിലേക്കുള്ളവർ ഒരുപാട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്രിസൊക്കെ ക്ലാസ്സിൽ കയറി, എക്സാമിന് വേണ്ടി കയറി. അപ്പോൾ വെറും 8 മിനിറ്റ്സ് മാത്രമാണ് എക്സാം ഉള്ളത്. അപ്പോൾ അവനിറങ്ങി വന്നിട്ട് നമുക്ക് കാണാം. സ്റ്റേറ്റ് ലെവൽ അബാക്കസ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ആലുവയിൽ നിന്ന് സ്മാർട്ട് ടീം ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് 8 കുട്ടികളാണ് പോയത്. അപ്പോൾ ഇവരെല്ലാം തന്നെ 8 മണിക്ക് മുമ്പായിട്ട് തന്നെ അവിടെ പ്രസൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വേറെ കുറേ പേരൻസ് പല ജില്ലകളിൽ നിന്നാണല്ലോ, അപ്പോൾ ഇവരെല്ലാം തന്നെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞെത്തിയവരുമുണ്ട്. അത് 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വളരെ തിരക്ക് കൂടി. നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 8:30 ആകുമ്പം കുട്ടികൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. 9 മണിയാകുമ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 9:10 ആകുമ്പം എക്സാം കഴിയും. 9:30 ആകുമ്പോഴത്തേക്ക് കുട്ടികളെല്ലാം അവിടെ ഹാളിൽ നിന്ന് ഇറക്കി വിടും. നമ്മൾ 9:45 ആകുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവണമെന്നാണ് നമുക്ക് തന്നിരുന്ന ഇൻസ്ട്രക്ഷൻസ്. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ ഇച്ചിരി ലേറ്റായി. കാരണം എക്സാം തുടങ്ങിയത് ലേറ്റായി. അതുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ നിന്ന് കുട്ടികൾ ഇറങ്ങാനൊക്കെ കുറേ ലേറ്റായി. പിന്നെ അവിടെ തിക്കും തിരക്കും ഒക്കെ കാരണം നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മൾ 10:30, 10:45 കഴിഞ്ഞിട്ടാണ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയത്. നമ്മൾ പുറത്തിറങ്ങുന്ന സമയം തന്നെ അതിനു മുമ്പും ഇത് കഴിഞ്ഞിട്ട് എക്സാം വീണ്ടും ഉണ്ട്, വേറെ കുട്ടികളുടെ എക്സാം ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി വരുന്ന പേരൻസും ഒക്കെ വണ്ടി അകത്ത് കയറ്റുകയും പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തടസ്സം അത് വളരെ നമ്മളെ മുഷിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. കാരണം ഈ വെയിലും ഭയങ്കരമായിട്ട് വണ്ടിക്കകത്തൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വല്ലാതെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിരുന്നാലും എക്സാം വളരെ അടിപൊളിയായിരുന്നു. നമുക്കൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് കുട്ടികളെ കൊണ്ട് പോവുക, അവർ ഈ ഒരു വലിയൊരു കൂട്ടത്തിൻ്റെ കൂടെ എക്സാം എഴുതുക. അപ്പം അതൊക്കെയെന്ന് പറയുന്നത് കുട്ടികൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എക്സാം ഹാളിൽ എങ്ങനെ ബിഹേവ് ചെയ്യാം, പിന്നെ പേടിയൊക്കെ മാറ്റാം, കുട്ടികൾക്ക് അത്രയും പേരുടെ കൂട്ടത്തിലിരിക്കുമ്പം എങ്ങനെ ബിഹേവ് ചെയ്യാം, പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നൊക്കെയെന്ന് വെച്ചാൽ അതൊരു നമുക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരെ ഇറക്കി വിട്ട് ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് തിരിച്ചു വരിക, അതൊക്കെയെന്ന് പറയുന്നത് കുട്ടികളെ നമ്മളിങ്ങനെ പറഞ്ഞു വിട്ടാലേ അത് അവർ പഠിക്കത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കുട്ടിയെ ഈ ഒരു എക്സാമിന് വിട്ടതെന്ന് പറഞ്ഞാൽ അവന് ഫസ്റ്റ് വാങ്ങണം അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങണം, അതിനുപരി അവൻ എങ്ങനെ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നു, എങ്ങനെ അവനതിനെ മനസ്സിലാക്കുന്നു എന്നത് അവന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമിന് അവനെ കൊണ്ടുപോയത് തന്നെ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇടണം എന്നൊന്നും വിചാരിച്ചിട്ട് എടുത്തതല്ല അവിടെ ഇരുന്നിട്ട്. അപ്പോൾ നമുക്കൊരു നല്ലൊരു മെമ്മറി അത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കുറേ നാൾ കിടക്കുമല്ലോ, നമുക്കെപ്പോഴും കാണാം. അപ്പം ഇതൊരു സന്തോഷം, അത്രയേ ഉള്ളൂ.